ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ വീട്ടിൽ ചപ്പാത്തിയും സ്പൈസി ചിക്കൻ റോസ്റ്റും ആയിരുന്നു ഡിന്നർ. അപ്പോൾ ആ ടേസ്റ്റി സ്പൈസി ചിക്കൻ റോസ്റ്റ് റെസിപ്പി കണ്ടാലോ? അതിനുവേണ്ടി ഞാനിവിടെ സവാള, തക്കാളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് ഇത്രയാണ് എടുത്തത്. പിന്നെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം. ജിഞ്ചർ ഗാർലിക് ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി, പേസ്റ്റ് ആക്കണ്ട. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഫൈനലി ഗാർണിഷ് ചെയ്യാൻ നമുക്ക് മല്ലിയില യൂസ് ചെയ്യാം. ഒരു 30 മിനിറ്റ്സ് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക് ആൻഡ് ഫൈനലി കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണം നമ്മുടെ ചിക്കൻ സോഫ്റ്റ് ആവാൻ. നമ്മളിന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ആക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാരിനേറ്റഡ് ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ കംപ്ലീറ്റ്ലി ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി മസാല മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വെച്ച പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് സവാളയും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ ഫ്ലേവർ കിട്ടും. കുറേ നേരം ഇതുപോലെ നമ്മുടെ സവാള എണ്ണയിൽ സോട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വീണ്ടും സോട്ട് ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളക് ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്യണം. എത്രത്തോളം നമ്മൾ സോട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ടേസ്റ്റി ആവുന്നുണ്ട്. പിന്നെ നമുക്ക് മസാല ഇടാം. ആദ്യം മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ സോട്ട് ചെയ്ത് ആ മസാലയുടെ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇട്ട് വീണ്ടും സോട്ട് ചെയ്യണം. ഇതിലേക്ക് ഇനി തക്കാളിയും പച്ചമുളകും ഇട്ട് നല്ലപോലെ വഴറ്റിയ ശേഷം മല്ലിയില ഇടാം. നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മസാലയിൽ ഉപ്പിട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഗ്രേവിയിൽ ഇടുമ്പോഴും അത് ബേസ് ചെയ്തിട്ട് വേണം ഉപ്പിടാൻ. ഫൈനലി നമ്മുടെ ചിക്കൻ ഫ്രൈ മസാലയിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്പൈസി ചിക്കൻ റോസ്റ്റ് റെഡി. ഇനി ഈ സ്പൈസി ചിക്കൻ റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ബൈ. See you in the next video.